സംസ്ഥാനത്ത് ലഹരിവേട്ട തുടരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് 4 കിലോ കഞ്ചാവും എറണാകുളം കുമ്പളത്ത് 2000 പാക്കറ്റ് നിരോധിത ഉത്പന്നങ്ങളും പിടികൂടി. തൂഫാൻ പോരാളിയായി താനുമുണ്ടാകുമെന്നും നടപ്പിലാക്കിയത് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ച പദ്ധതിയെന്നും നടൻ മോഹൻലാൽ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായുള്ള പരിശോധന ശക്തമായി തുടരുകയാണ്. 4 കിലോയോളം കഞ്ചാവുമായാണ് 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ കോഴിക്കോട് KSRTCയിൽ പിടിയിലായത്. ഒറീസയിൽ നിന്നും കഞ്ചാവ് ട്രെയിൻ മാർഗം പെരുമ്പാവൂരിലെത്തിച്ച് അവിടെ നിന്നും ബസ്സിൽ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിഥി തൊഴിലാളികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ ചെറിയ പാക്കുകളിലാക്കി വിതരണം ചെയ്യുകയായിരുന്നു ഇവരുടെ രീതി. ഒറീസ സ്വദേശികളായ നിതിൻ ഡിഗൽ, ശശങ്ക് സിംഗ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് സംഘവും നടക്കാവ് പോലീസും ചേർന്ന് പിടികൂടിയത്. ഏകദേശം 3 കിലോയ്ക്ക് അടുത്തുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ്. അത് സിറ്റി ഡാൻസ് ഓഫ് ടീമും നടക്കാവ് പോലീസും കൂടി ഒന്നിച്ചുള്ള പരിശോധനയാണ്. കുമ്പളത്തെ വാടക വീട്ടിൽ നിന്നും 2000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. അന്യസംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. എക്സൈസിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായും ലഹരിവേട്ട തുടരുകയാണ്. ആലുവയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. 8 അടി ഉയരമുള്ള ചെടി എക്സൈസ് നശിപ്പിച്ചു. ആലുവയിലെ പോലീസ് ക്ലബിന് സമീപമാണ് കഞ്ചാവ് ചെടി വളർന്നത്. അതിനിടെ തൂഫാൻ വാരിയറായി താനുമുണ്ടാകുമെന്നും നടപ്പാക്കിയത് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ച പദ്ധതിയെന്നും നടൻ മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പ്രതികരിച്ചു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.